ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഷോ റിസൾട്ട് ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോൾ ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പാസ് അറൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു അല്ലേ. അത് നല്ല പരിപാടിയായിരുന്നു. ഇനി സെയിം പാറ്റേൺ തന്നെ നമുക്ക് സബ്സ്ട്രാക്റ്റിലും ഇവിടെ നമ്മൾ എഴുതിയിരുന്നു ഒരു സബ് അപ്പ് എന്ന് പറഞ്ഞിട്ട് അതിലും കൂടി നമുക്ക് അപ്ലൈ ചെയ്താലോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ സമ്മപ്പിൽ പോലെ തന്നെയായിരിക്കും സബപ്പിലും വരിക. ബേസിക്കലി ഞാനിവിടെ നമുക്ക് സമ്മപ്പിൽ രണ്ട് റിസൾട്ട് ഹാൻഡലറും പിന്നെ എന്താണുള്ളതെന്ന് വെച്ചാൽ വരുന്ന നമ്പേഴ്സും. ഓക്കെ, സോ ഞാനിവിടെ ആർഗ്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്യാണ്. ബേസിക്കലി നമ്പേഴ്സ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ബേസിക്കലി നമുക്ക് വെച്ചാൽ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. റിട്ടേൺ ചെയ്യേണ്ടതിൻ്റെ പകരം നമ്മളിനി റിസൾട്ട് ഹാൻഡലർ തന്നെ കോൾ ചെയ്ത് അതിന് റിസൾട്ട് ഫോർവേഡ് ചെയ്യണം. സോ ഇവിടെ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞു ആർഗ്യുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. സോ ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് ഈ റിസൾട്ടാണ് ഞാൻ പാസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ് എല്ലാം കൂടിയും ഞാനിപ്പോൾ നമ്പേഴ്സിൽ ഇട്ടിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് മെസ്സി ആകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇപ്പോൾ നിങ്ങളിവിടെ ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്തിരുന്നെങ്കിൽ NN കിട്ടും, ഇഷ്യൂസ് വരും. സോ അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നമ്പേഴ്സിലേക്ക് യൂസ് ചെയ്തിരുന്നത്. ആർഗ്യുമെൻറ്റ്സ് അത്ര നല്ല മെത്തേഡല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളതുകൊണ്ട് റഷ് പാരാമീറ്ററിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നമ്മളെ വാല്യൂസ് എടുക്കുന്നുണ്ട്, നമ്പേഴ്സ് എടുക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇന്നിപ്പോൾ റിസൾട്ട് ഹാൻഡലർ ചെക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് വാല്യൂ എടുക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫംഗ്ഷനുള്ള സ്ഥിതിക്ക് ഇതും കൂടി നമുക്ക് ഇടാം, ഇവിടെ യൂസ് ചെയ്യാം. നമ്മിന് പകരം ഒന്ന് വാലിഡേറ്റ് ചെയ്യട്ടെ. വാലിഡേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 0 പാസ് ചെയ്യുമല്ലോ. സോ കുറച്ചും കൂടി സെക്യൂർ ആക്കാം നമ്മുടെ റിസൾട്ടിനെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിതും കൂടി കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ റിസൾട്ടിന് പകരം റിസൾട്ട് ഹാൻഡലർ ഞാൻ കൊടുത്തിട്ട് എന്നിട്ട് അതിൽ ഞാൻ റിസൾട്ട് ഇടാണ്. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഇനി സബ് അപ്പും ഉണ്ട്, സം അപ്പും ഉണ്ട്. സോ അതിൽ ഞാൻ വന്നിട്ട് ഷോ റിസൾട്ടിനെ കൊടുക്കുകയാണ് തൽക്കാലം. ഫംഗ്ഷൻ ആഡ് പറയുന്നു, എന്നിട്ട് ഇതൊക്കെ മൈനസ് ചെയ്യാനും പറയുന്നുണ്ട്. സേവ് ചെയ്യാം. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്രൗസറിൽ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റിസൾട്ട് ഈസ് 39 കിട്ടി. പിന്നെ വാലിഡേറ്റ് നമ്പർ ഇസ് നോട്ട് ഡിഫൈൻഡ്, കാരണം വാലിഡേറ്റ് നമ്പർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. സോ അത് ഇതിൻ്റെ സ്കോപ്പ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വാലിഡേറ്റ് നമ്പർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ തിരിച്ച് ആ വാലിഡേറ്റ് നമ്പർ പുറത്തിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ വാലിഡേറ്റ് നമ്പർ കൊടുക്കുന്നില്ല, അല്ലാണ്ട് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് റീലോഡ് ചെയ്ത് നോക്കാം. റിസൾട്ട് ഇസ് 29. പിന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ 121 211 -211 നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. സോ സമ്മപ്പിന് ഓക്കെയാണ്. ബട്ട് നമ്മുടെ ഈ സബ്ബപ്പിൽ മെസ്സേജ് ഇത്തിരി റോങ് ആണ്. ബിക്കോസ് നമ്മൾ സബ്സ്ട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ റിസൾട്ട് ആഫ്റ്റർ ആഡിങ് എന്നല്ല വരുന്നത്, റിസൾട്ട് ആഫ്റ്റർ സബ്സ്ട്രാക്ഷൻ എന്നൊക്കെയാണ് വരുന്നത്. സോ അത് കുറച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അനദർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സോ സബ്സ്ട്രാക്ഷൻ റിസൾട്ട് എന്നൊക്കെ അങ്ങനെ പാസ് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷോ റിസൾട്ട് എഴുതിയ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സോ സബ്സ്ട്രാക്ഷൻ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, പക്ഷേ ഫംഗ്ഷൻ അത് പൈലപ്പ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് 10 ഫംഗ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ 10 ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ റീയൂസ് ചെയ്യണതാണ് കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ ഫംഗ്ഷൻസ് പൈലപ്പ് ആകും. ഒരു മെസ്സേജിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു ഫംഗ്ഷൻ ഇതെന്ന് പറഞ്ഞാൽ അത് നല്ല ഐഡിയ അല്ല. ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞാൽ ഷോ റിസൾട്ടിന് 2 ആർഗ്യുമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാം, ഒന്ന് മെസ്സേജ് ടെക്സ്റ്റും റിസൾട്ടും, എന്നിട്ട് അതിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. ബെറ്റർ, അതാണ് നല്ല അപ്രോച്ച്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മെസ്സേജ് ഒന്ന് ഷോ റിസൾട്ട് ഫംഗ്ഷൻ ഒന്ന് ഓൾട്ടർ ചെയ്യാണ്. ഫസ്റ്റ് പാരാമീറ്റർ മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് മെസ്സേജ്. സോ മെസ്സേജ് സ്പേസ് ഇട്ടിട്ട് റിസൾട്ട് പറഞ്ഞ് കൊടുത്തു. നമുക്ക് കുറച്ച് ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഫംഗ്ഷൻ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കൊടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, പക്ഷേ ഇവിടെ ട്രിക്കി പാർട്ട് വെച്ചാൽ റിസൾട്ട് നമുക്ക് ഇനി കമ്പൈൻ ചെയ്യണം. സമ്മപ്പ് ഫംഗ്ഷനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മെസ്സേജ് ടെക്സ്റ്റ് നമുക്ക് കോൾ സൈറ്റിൽ സെറ്റ് ചെയ്യാൻ വേണം. സോ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ കോൾ ബാക്കിനെ എക്സിക്യൂട്ട് ചെയ്യാതെ പാസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ ഷോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റില്ല. ഷോ റിസൾട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ മെസ്സേജ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഡയറക്റ്റ് എക്സിക്യൂട്ട് ആവും. നമുക്ക് റിസൾട്ട് കിട്ടിയ ശേഷം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഒരു ഇഷ്യൂസ് ഉണ്ട്, കാരണം നമ്മുടെ ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടില്ല. റിസൾട്ട് കിട്ടിയ ശേഷം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സൊല്യൂഷനാണ് ബേസിക്കലി ബൈൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നത്. സോ ഫംഗ്ഷൻ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ, അല്ലേ. സോ ഫംഗ്ഷൻ ഒബ്ജക്ട്സിലേക്ക് ഒരു സ്പെഷ്യൽ മെത്തേഡും കൂടിയുണ്ട്, അതാണ് ബൈൻഡ്. കുറച്ചും അധികം മെത്തേഡ് ഉണ്ട്, അതിലൊരു മെത്തേഡാണ്
ബൈൻഡ് എന്ന് പറഞ്ഞിട്ട്. ബൈൻഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ഫംഗ്ഷൻ അല്ലെങ്കിൽ ന്യൂ റെഫറൻസ് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് ആ ന്യൂ ഫംഗ്ഷൻ അത് എന്ത് വെച്ചാൽ പ്രീ കോൺഫിഗർഡ് വിത്ത് സം ആർഗ്യുമെൻറ്റ്സ് ഓൾറെഡി സെറ്റ് അങ്ങനെ ചെയ്ത് വയ്ക്കും. ഓക്കെ, കാരണം ആ ന്യൂ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രീ കോൺഫിഗർഡ് ആണ് ആ പുതിയ ഫംഗ്ഷൻ. ഓൾറെഡി നമ്മൾ ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് പ്രീ കോൺഫിഗർഡ് ആണ് ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ ആ ഫംഗ്ഷൻ ഇമീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യൂല. സോ ബൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പ്രിപ്പയർ നൗ ആൻഡ് റൺ ലേറ്റർ എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റും ബൈൻഡിനെ പറ്റിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബേസിക്കലി നമ്മുടെ കേസിൽ സമ്മപ്പും സബ്ബപ്പും എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫംഗ്ഷൻ ഇല്ല. ഇത് നമുക്കൊരു റീയൂസബിൾ ഫംഗ്ഷനായിട്ട് എടുക്കുകയാണ് കുറച്ചുകൂടി ബെറ്റർ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കമ്പൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. ഓക്കെ, സമ്മപ്പിന് സബ്ബപ്പിന് പകരം കമ്പൈൻ എന്ന് പറഞ്ഞു കൊടുത്തു. സെയിം പേര് ഞാനിവിടെ കമ്പൈൻ എന്ന് കൊടുത്തു. എന്നിട്ട് ഈ സബ്ബപ്പിന് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യണം, അത് ആവശ്യമില്ല. ഇവിടെ ഞാൻ ഫംഗ്ഷൻ സമ്മപ്പിന് പകരം ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ് കമ്പൈൻ എന്നും പറഞ്ഞിട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റീയൂസബിൾ ഫംഗ്ഷനാക്കി മാറ്റി ഇപ്പോൾ. പക്ഷേ സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് ഇനി എന്താ വെച്ചാൽ ഒരു പുതിയൊരു പാരാമീറ്ററും കൂടി എടുക്കണം. അതാണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ റീയൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ അഡീഷൻ നടക്കുന്നത് ബേസ് സബ്സ്ട്രാക്ഷനും നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ലൈക്ക് നമുക്കത് വർക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു പുതിയൊരു പാരാമീറ്ററും കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്യാം, നമുക്ക് ഓപ്പറേറ്റർ ചെക്ക് ചെയ്യാം. ഇഫ് ഓപ്പറേറ്റർ ആഡ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, എൽസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, മൈനസ് കൊടുക്കാം. ഓക്കെ, സമ്മിന് വരെ ഞാനിവിടെ റിസൾട്ട് കൊടുക്കാം, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും വായിക്കാനായിട്ട്. റിസൾട്ട് അയ്യോ ഇവിടെ കറക്റ്റാണ്, നമ്മ തന്നെയാണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ റിസൾട്ട് എന്നിട്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇപ്പം നമ്മുടെ കേസിൽ കമ്പൈൻ വർക്ക് കറക്റ്റായിട്ട് വർക്കാവും. പക്ഷേ മെസ്സേജ് ഇഷ്യൂ ഇപ്പോഴും നമ്മുടെ കേസിൽ കിടക്കുന്നുണ്ടാവും. കാരണം നമ്മളിവിടെ വിളിക്കുന്നത് രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. നമ്മൾ ഒരു ആർഗ്യുമെൻറ്റേ പാസ് ചെയ്യുന്നുള്ളൂ, റിസൾട്ട് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് മെസ്സേജും കൂടി എടുക്കേണ്ടതുണ്ട്. സോ അത് പെൻഡിങ് ആണ് നമ്മുടെ കേസിൽ ഇപ്പോൾ. ഓക്കെ, സോ ബൈൻഡ് ഉപയോഗിച്ച് നമുക്ക് മെസ്സേജിനെ പ്രീ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ബൈൻഡ് ബേസിക്കലി അറ്റ്ലീസ്റ്റ് ഒരു ആർഗ്യുമെൻ്റ് എടുക്കും. സോ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ദിസ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റാണ് എടുക്കുന്നത്, കറണ്ട് ഒബ്ജക്റ്റാണ് ദിസ്. ഇപ്പോൾ നിങ്ങളത് ഇഗ്നോർ ചെയ്തോളൂ, കാരണം ഞാൻ ദിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ ഓൺ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രീഫിൽ ചെയ്യാനുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ്. സോ നമ്മുടെ കേസിൽ നമുക്ക് മെസ്സേജ് ടെക്സ്റ്റാണ് പ്രീഫിൽ ചെയ്യേണ്ടത്. സോ റിസൾട്ട് ലേറ്റർ കമ്പൈൻ ചെയ്ത് ഫംഗ്ഷൻ പാസ് ചെയ്യും. ഓക്കെ, സോ ബൈൻഡ് ഓൾവേസ് ഫിൽസ് ഫസ്റ്റ് ഫ്രം ദി സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റും നമുക്ക്. ബൈൻഡ് എപ്പോഴും അത് തുടക്കം തന്നെ ഫില്ല് ചെയ്ത് വെക്കും. സോ ഷോ റിസൾട്ടിൻ്റെ പാരാമീറ്റർ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ രണ്ട് പാരാമീറ്റർ ഉണ്ട്, മെസ്സേജ് ടെക്സ്റ്റും റിസൾട്ടും. അത് എക്സാക്ട്ലി അതുപോലെ തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്ട് പാസ് ചെയ്യേണ്ടായിരുന്നില്ല. ഞാനിവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു മാത്രം. കുറച്ചുകൂടി ബെറ്റർ അപ്രോച്ചാണിത് കോഡ് ചെയ്തുമ്പോൾ. ആഡ് മെസ്സേജ് FN എന്ന് പറഞ്ഞ് വിട്ടിട്ട് ഈക്വൽ ടു എന്നിട്ട് ഞാൻ എഴുതാണ് ഷോ റിസൾട്ട് ഡോട്ട് ബൈൻഡ് ഓഫ് ദിസ് കോമ നമുക്ക് വേണ്ട മെസ്സേജ് ആഫ്റ്റർ ആഡിങ് ഓൾ നമ്പേഴ്സ് ഈസ് സേവ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് സബ്സ്ട്രാക്ഷനും വേണ്ടത്. സോ ഞാനിതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ ആഡ് മെസ്സേജിനും സബ് മെസ്സേജ് ഇട്ട് ഷോ റിസൾട്ട് ആഫ്റ്റർ സബ്സ്ട്രാക്റ്റിംഗ് ഓൾ നമ്പേഴ്സ് ഈസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, ഇവിടെ ബേസിക്കലി ആഡ് മെസ്സേജ് F എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂ ഫംഗ്ഷനാണ്. ഓക്കെ, സോ വെൻ ലേറ്റർ ഗെറ്റ്സ്
കോൾ വിത്ത് റിസൾട്ട് JS വിൽ ഡു ബേസിക്കലി എന്ന് വെച്ചാൽ ഷോ റിസൾട്ട്. ഇത് ലേറ്റർ വിളിക്കുന്ന ടൈമിൽ കോൾ ആവുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ റിസൾട്ട് ആഡ് ആഫ്റ്റർ ആഡിങ് ഓൾ ദി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മെസ്സേജിലേക്ക് വരും, പിന്നെ കറസ്പോണ്ടിങ് റിസൾട്ടും അവിടെ പാസ് ആവും. ബിക്കോസ് ബൈൻഡ് ആർഗ്യുമെൻറ്റ്സ് കം ഫസ്റ്റ് ലേറ്റർ ദി ആർഗ്യുമെൻറ്റ്സ് വൺസ് അപ്പൻഡഡ്. സോ ബേസിക്കലി ഇതായിരിക്കും മെസ്സേജ് ടെസ്റ്റിൽ വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബൈൻഡ് ചെയ്ത ആർഗ്യുമെൻറ്റ്സ് ആണ് ആദ്യം വരിക, പിന്നെ നിങ്ങൾ വിളിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് രണ്ടാമത് വരുന്നത് ഈ ഫംഗ്ഷനിലേക്ക്. സോ അതുകൊണ്ട് ഇത് മെസ്സേജ് ടെസ്റ്റിലേക്ക് പോയിക്കോളും. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ റിസൾട്ട് ഹാൻഡ്ലർ വെച്ചല്ലേ വിളിക്കുന്നത്. സോ ഇത് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിലേക്ക് അത് പാസ്സായിക്കോളും. പക്ഷേ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ബേസിക്കലി നമ്മളിപ്പോൾ ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചു അല്ലേ. ഇനി നമ്മൾ വെച്ചാൽ ബിക്കോസ് ബൈൻഡ് ആർഗ്യുമെൻറ്റ്സ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ മെസ്സേജ് ആഡ് മെസ്സേജ് FN നമ്മൾ എടുത്തിട്ട് ഇവിടെ കൊടുക്കണം. സബ് മെസ്സേജ് FN എടുത്തിട്ട് ഞാൻ കമ്പൈൻ ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഫംഗ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ കൊടുക്കാം. ഇത് കോപ്പി ചെയ്തിട്ട് ഈ ആഡ് മെസ്സേജിന് വരെ ഇട്ട് കൊടുത്തതിലും കറക്റ്റാണ്. ആക്ച്വലി ഞാനത് ഫംഗ്ഷനിലിട്ട് കുറച്ചുകൂടി കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേരിയബിളിലേക്ക് ഇട്ടിട്ട് ആ വേരിയബിൾ എടുത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ കേസിൽ. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്ത് വെക്കാം ബൈൻഡ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് റീലോഡ് ചെയ്യാം. സോ നമുക്ക് കിട്ടി ആഡിങ് ഓൾ നമ്പേഴ്സ് -20, സബ്സ്ട്രാക്റ്റിംഗ് ഓൾ നമ്പേഴ്സ് 1. ഇവിടെ ഒരു ഇഷ്യൂ വന്നതെന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ ഓപ്പറേറ്റർ പാസ് ചെയ്തിട്ടില്ല ബേസിക്കലി. സോ അത് പെൻഡിങ് ആണ്, കാരണം എല്ലാം എൽസിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റർ വയ്ക്കുന്നുണ്ട്. സോ നമ്മൾ ഓപ്പറേറ്റർ ഇവിടെ പാസ് ചെയ്യണം കമ്പനി വിളിക്കുമ്പോൾ. സോ ഇത് കഴിഞ്ഞിട്ട് ആഡ് മെസ്സേജ് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് പാരാമീറ്റർ ബേസിക്കലി ഓപ്പറേറ്ററാണ് പാസ് ചെയ്യുന്നത്. ആഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നത് സബ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സോ ആഡിങ് ഓൾ നമ്പേഴ്സ് 39, പിന്നെ ആഫ്റ്റർ സബ്സ്ട്രാക്റ്റിംഗ് ഓൾ നമ്പേഴ്സ് -211 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. സോ നമ്മുടെ ഔട്ട്പുട്ടൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് ബൈൻഡ് യൂസ് ചെയ്തിട്ട്. സോ ബൈൻഡ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ n നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമ്മളൊരു ഫംഗ്ഷൻ, ഈ ഷോ റിസൾട്ട്സ് ഫംഗ്ഷൻ നമ്മൾ റീയൂസ് ചെയ്യാണ് ബേസിക്കലി ഇവിടെ ചെയ്യുന്നത് ബൈൻഡ് ചെയ്തിട്ട്. സോ ഇത് കുറച്ചുകൂടി ബെറ്റർ അപ്രോച്ചാണ്. ഈ ബൈൻഡൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ജാവാസ്ക്രിപ്റ്റ് ഇൻ്റർവ്യൂവിൽ. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിരിക്കുന്ന കൺസെപ്റ്റ് കുറച്ച് തിയറിറ്റിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പുറത്ത് റിസോഴ്സസ് അവൈലബിൾ ആണ്, ഗോ ത്രൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ബൈൻഡ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.